നമസ്കാരം. ദേവീക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് പൊങ്കാല. ദേവിക്ക് നാം സ്വയം നമ്മെ സമർപ്പിക്കുന്നു എന്നതാണ് ഈ വഴിപാടിൻ്റെ ഏറ്റവും വലിയ മഹത്വം അഥവാ പ്രത്യേകത എന്ന് തന്നെ പറയാം. അതിനാൽ സർവ്വ ഐശ്വര്യം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന ആത്മസമർപ്പണം തന്നെയാണ് ഈ വഴിപാട്. പൊങ്കാല വഴിപാടിന് ഏറ്റവും പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങളാണ് ആറ്റുകാൽ ക്ഷേത്രവും അതേപോലെ തന്നെ ചക്കുളത്തുകാവ് ക്ഷേത്രവും. ഇവിടെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുക. അത്രമേൽ സ്ത്രീകൾക്ക് വിശേഷമാർന്ന ക്ഷേത്രങ്ങൾ തന്നെയാണ് 2 ക്ഷേത്രങ്ങളും. എന്നാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പൊങ്കാല വഴിപാട് ചെയ്യാവുന്നതാണ്. അത് ഏവരും ഓർക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി 25 ഞായറാഴ്ചയാണ് വരുന്നത്. സമയമുണ്ട് എങ്കിൽ പോലും ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ മുതൽ ഏവരും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. അതിനാൽ സാധിക്കുന്നവർ അന്നോ അതിനു മുൻപോ ആയി ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. സാധിക്കുന്ന ഏവരും പൊങ്കാല ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് വീടുകളിൽ തന്നെ പൊങ്കാല ഇടാവുന്നതാണ്. നിങ്ങൾ ഈ ലോകത്ത് ഏത് സ്ഥലത്താണ് എങ്കിൽ പോലും ആ പുണ്യഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. എന്നാൽ ഈ വർഷത്തെ പൊങ്കാല ചില നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ഇടുന്നത് ഉത്തമമാകുന്നു. അഭീഷ്ട സിദ്ധിയാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതേപോലെ ആരെല്ലാം പൊങ്കാല സമർപ്പിക്കാൻ പാടില്ല അതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു. അതും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്നതിൻ്റെ അർത്ഥം ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ മാത്രമേ പൊങ്കാല ഇടാൻ പാടൂ എന്നല്ല. ആർക്കും ദേവിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പിക്കാം. എന്നാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേകതകളുണ്ട്. അതേക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളായിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ജീവിത സാഹചര്യത്താൽ ഏവർക്കും വിഭിന്നമായ തിരക്കുകളുണ്ടാകും, അല്ലെങ്കിൽ പല തരത്തിലുള്ള തിരക്കുകളുണ്ടാകും എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ എത്ര തിരക്ക് നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും പൊങ്കാല ഇടണം എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും പൊങ്കാല സമർപ്പിക്കുക. അതിനാലാണ് ഇത്രയും നേരത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ പരമാവധി ശ്രമിക്കുക. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർ പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ജീവിതത്തിലേക്ക് വഴിത്തിരിവുകൾ, ജീവിതത്തിൽ രക്ഷ നേടുവാനുള്ള വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും. പലവിധ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാകാം. അതുമൂലം ദുഃഖങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. എന്നാൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പൊങ്കാല സമർപ്പിച്ചാൽ തീർച്ചയായും ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പൊങ്കാല സമർപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും. ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും. ധൈര്യം എന്ന് പറയുമ്പോൾ ഏത് കാര്യവും നിങ്ങൾക്ക് മുന്നിൽ നിന്നും നയിക്കുവാനുള്ള ധൈര്യം കടന്നു വരും. കൂടാതെ ആത്മബലം വന്നു ചേരുകയും എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ തന്നെ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്നതാകുന്നു. ആർക്കും ചെയ്യുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും മനോബലത്താൽ നിങ്ങൾക്ക് ചെയ്യുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും സാധിക്കും. കൂടാതെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട് എങ്കിൽ ആ ദുഃഖങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും.
കൂടാതെ മനസ്സ് വിഷമിപ്പിക്കുന്ന അത്തരം ക്ലേശങ്ങളുണ്ട് എങ്കിൽ ആ ക്ലേശങ്ങൾ ദേവിയുടെ കടാക്ഷത്തിൽ ഒഴിഞ്ഞു പോകുന്ന ശുഭകരമായ മുഹൂർത്തം തന്നെയാണ് പൊങ്കാല. തീർച്ചയായും നിങ്ങൾ പൊങ്കാല സമർപ്പിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഓർക്കുക, പൊങ്കാല ദിവസം തീർച്ചയായും നിങ്ങൾ ദേവിക്ക് പൊങ്കാല സമർപ്പിക്കേണ്ടതാകുന്നു. സമർപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ മനക്ലേശങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല വിഷമങ്ങളാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരം അവസ്ഥകൾക്ക് പരിഹാരം വന്നു ചേരും. ജീവിതത്തിൽ എല്ലാം ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും പൊങ്കാല സമർപ്പിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പുണർദം നക്ഷത്രക്കാരായ വ്യക്തികൾ പൊങ്കാല സമർപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന നഷ്ടങ്ങൾ അത് സാമ്പത്തികം തന്നെയാകണം എന്നില്ല. പല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തീർച്ചയായും പുണർദം നക്ഷത്രക്കാരും പൊങ്കാല സമർപ്പിക്കണം എന്ന് തന്നെ പറയാം. എത്ര തിരക്കുണ്ട് എങ്കിൽ പോലും സമയം കണ്ടെത്തണം എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാരാണ് പൊങ്കാല സമർപ്പിക്കുന്നത് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. ദേവിയുടെ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു വരും. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതാകുന്നു. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ ഭാഗ്യം കടന്നു വരും. കൂടാതെ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും ഉയർച്ച നേടത്തക്ക രീതിയിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതാകുന്നു. അതിനാൽ തീർച്ചയായും പൊങ്കാല സമർപ്പിക്കാതെ ഇരിക്കരുത് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ദുഃഖങ്ങൾ ഒഴിയുകയും അതേപോലെ തന്നെ കുടുംബസൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരും. പൊങ്കാല സമർപ്പിക്കുകയാണ് എങ്കിൽ ദേവിയുടെ കടാക്ഷത്താൽ ഈ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപകീർത്തി വന്നു ചേരുവാൻ സാധ്യത ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കും. അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അപകീർത്തി സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. സൽകീർത്തി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ പേരും പ്രശസ്തിയും നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാകുന്നു. അത് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അമ്മയുടെ കടാക്ഷത്താൽ ഈ സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂരം നക്ഷത്രക്കാരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം സംഭവിക്കുക തന്നെ ചെയ്യും. എത്ര ദുരിതത്തിലാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. ആഗ്രഹങ്ങൾ അത് എത്ര പ്രയാസമേറിയതാണ് എങ്കിൽ പോലും ദേവിയുടെ കടാക്ഷത്താൽ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാകുന്നു. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വിഷമതകൾ, കഷ്ടതകൾ എല്ലാം ഒഴിവാവുകയും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന അവസരങ്ങൾ സംജാതമാകും. അതിനാൽ ഏറ്റവും ശുഭകരമായ അവസ്ഥ നിങ്ങൾക്ക് ദേവിയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട് എങ്കിൽ, കഷ്ടതകളുണ്ട് എങ്കിൽ
വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം ഉത്രാടം നക്ഷത്രമാകുന്നു. ഉത്രാടം നക്ഷത്രക്കാരായ വ്യക്തികളാണ് പൊങ്കാല സമർപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വന്നു ചേരും. അതിനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതിനാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുകയും നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും ദേവിയുടെ കടാക്ഷത്താൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അത്തരം പ്രശ്നങ്ങൾ വഴി മാറുകയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംജാതമാവുകയും ചെയ്യുന്നതാകുന്നു. അതേപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട്. അവിട്ട നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തീർച്ചയായും പൊങ്കാല സമർപ്പിക്കണം എന്ന കാര്യമാകുന്നു. ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഒഴിയുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരികയും ചെയ്യുന്നതാകുന്നു. എത്ര വിഷമത്തിലാണ് നിങ്ങൾ എങ്കിൽ പോലും ദുഃഖങ്ങളും വിഷമതകളും ജീവിതത്തിൽ നിന്നും ഒഴിയുകയും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുകയും ചെയ്യും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു. ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കാരണം ഇവർ പൊങ്കാല സമർപ്പിക്കേണ്ട നക്ഷത്രക്കാർ തന്നെയാകുന്നു. അതിനാൽ ഇവർ പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ആരോഗ്യം വർദ്ധിക്കുകയും ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങൾ ഒഴിയുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിലും അത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ദേവിയെ പൂർണ്ണമായും വിശ്വസിച്ച് പൊങ്കാല നിങ്ങൾ സമർപ്പിക്കുക. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ വന്നു ചേരും. ജീവിതത്തിൽ എത്ര പ്രയാസമേറിയ സമയത്തു കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ പോലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ പെട്ടെന്ന് തന്നെ ഉയരുവാൻ സാധിക്കുന്ന വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ അമ്മയെ പൂർണ്ണമായും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുക. ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, ചില വ്യക്തികൾ പൊങ്കാല സമർപ്പിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമായി മാറും. അവരുടെ ജീവിതത്തിൽ അത് ദോഷകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല. അതിൽ ആദ്യത്തെ വ്യക്തികളായി പറയുന്നത് വിശ്വാസമില്ലാതെ പൊങ്കാല സമർപ്പിക്കുന്നവരെ കുറിച്ചാകുന്നു. തീരെ വിശ്വാസമില്ല. പൊങ്കാല സമർപ്പിക്കുകയാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന യാതൊരുവിധ പ്രതീക്ഷകളും ഇല്ലാതെ, ദേവിയിൽ വിശ്വാസമില്ലാതെ പൊങ്കാല സമർപ്പിക്കുകയാണ് എങ്കിൽ ഫലം ലഭിക്കില്ല എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതേപോലെ തന്നെ വളരെ ദേഷ്യത്തിൽ പൊങ്കാല സമർപ്പിക്കുന്നതും ഉത്തമമല്ല. അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, അതായത് ഒരു വ്യക്തി നശിക്കണം, അത്തരത്തിലുള്ള വൈരാഗ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുകയാണ് എങ്കിൽ ഫലം ലഭിക്കില്ല എന്ന കാര്യം തീർച്ച തന്നെയാണ്. അതേപോലെ തന്നെ മനസ്സിൽ പക വയ്ക്കുക. മനസ്സിൽ മറ്റൊരു വ്യക്തി നശിച്ച് കാണണം എന്ന ചിന്തയോടെ ആഗ്രഹത്തോടെ പൊങ്കാല സമർപ്പിച്ചാൽ ഫലം ലഭിക്കുന്നതല്ല. മറ്റുള്ളവർ നശിക്കുവാൻ ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പൊങ്കാല സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ, അവർ നേടിയെടുക്കുന്ന അസുലഭമായ കാര്യങ്ങൾ തട്ടിയെടുക്കണം, അതിന് ദേവി കടാക്ഷിക്കണം എന്ന രീതിയിൽ പൊങ്കാല സമർപ്പിക്കുകയാണ് എങ്കിൽ ഫലം ലഭിക്കില്ല. അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനുള്ളത്. ഏവർക്കും ദേവിയുടെ കടാക്ഷം വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.